ഫ്രണ്ട്സ്, എന്റെ പേര് അമൃത. ഞാൻ പ്രൊഫഷണൽ ഒരു ഗ്രാഫിക് ഡിസൈനർ കം ഡിജിറ്റൽ മാർക്കറ്റർ ആണ്. ഇപ്പൊ റീസെന്റ് ഒരു ക്ലോത്തിങ് ബ്രാൻഡ് റൺ ചെയ്തു പോകുന്നുണ്ട്. അപ്പൊ ലാഗ് അടുപ്പിക്കാണ്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ ഇന്നത്തെ സബ്ജക്ട് എന്ന് പറയുന്നത് എങ്ങനെ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ ബ്രാൻഡ് തുടങ്ങുന്നവർ ഒരുപാട് പേരുണ്ട്. റീസെന്റ് പുതിയ ഒരുപാട് പേജുകൾ, പുതിയ ഒരുപാട് സ്റ്റാർട്ടപ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. കറക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളുടെ ബിസിനസ് ലോസിലോട്ട് പോവാം. അപ്പൊ നമുക്ക് ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് ചൂസ് യുവർ ബ്രാൻഡ് കാറ്റഗറി എന്നുള്ളതാണ്. അതായത് ഏത് ടൈപ്പുള്ള ഡ്രസ്സിന്റെ മോഡലാണ് നിങ്ങൾ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഒരുപാട് മോഡൽസ് നിങ്ങൾക്ക് ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഫസ്റ്റ് ടൈം ഒരൊറ്റ കാറ്റഗറി മാത്രം സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ബിസിനസ് വളരുന്നതിനനുസരിച്ച് നമുക്ക് അതിനകത്ത് ഐറ്റംസ് കൂട്ടി വരാം. എക്സാമ്പിൾ ആയിട്ട് പറയുമ്പോൾ വുമൺസ് ഡെയിലി വെയർ കളക്ഷൻസ്, മെറ്റേണിറ്റി വെയേഴ്സ്, കിഡ്സ് വെയേഴ്സ്, അതുപോലെ തന്നെ പ്ലസ് സൈസ് ക്ലോത്ത്സ്, അങ്ങനെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ്. അതിലേതെങ്കിലും ഒരെണ്ണം ആദ്യം ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്തതായിട്ട് നമ്മളുടെ സ്റ്റെപ്പ് 2. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ ബ്രാൻഡിന് ഒരു പേര് വേണം, അല്ലെ? എല്ലാവരും നമ്മളുടെ ബ്രാൻഡിനെ നല്ല രീതിക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന സിമ്പിൾ ആൻഡ് യൂണീക്ക് ആയിട്ടുള്ള പേര് വേണം നിങ്ങൾ ഈ ഒരു ബ്രാൻഡിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പൊ ഒരു സാരീസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ട്രഡീഷണൽ ടച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ബാക്കിയുള്ളവർക്ക് ഓർത്തിരിക്കാൻ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പേരുകൾ വേണം നിങ്ങളുടെ ബ്രാൻഡിനായിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയും. നിങ്ങളുടെ ഫസ്റ്റ് ഐഡന്റിറ്റി ആണ്. അപ്പൊ അതെപ്പോഴും ഷോർട്ട് ആൻഡ് സിമ്പിൾ യൂണീക്ക് ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മൾ ബ്രാൻഡിന് ഒരു പേരിട്ട് കഴിഞ്ഞു. ഇനി അടുത്തതാണ് സ്റ്റെപ്പ് നമ്പർ 3, ലോഗോ ക്രിയേഷൻ. നമ്മുടെ ബ്രാൻഡിന് ഒരു ഫേസ് കൊടുക്കണം. അതിന് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കരുത്, സിമ്പിൾ ആക്കി വെക്കുക, റീഡബിൾ ആക്കി വെക്കുക. ഒരുപാട് കളേഴ്സ് യൂസ് ചെയ്തിട്ട് അതിന് കോംപ്ലിക്കേറ്റഡ് ആക്കരുത് കേട്ടോ. പിന്നെ അത് സേവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൂടെ സേവ് ചെയ്ത് വെക്കുക. ഇത് നമുക്ക് ബ്രാൻഡിന്റെ കവറായിട്ട്, ടാഗായിട്ട്, ബാഗായിട്ട് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് സ്റ്റെപ്പ് നമ്പർ 4. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് സപ്ലയേഴ്സ് ഓർ മെറ്റീരിയൽസിന്റെ സോഴ്സ് ആണ്. ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് റീസെല്ലിംഗ് ആണ്. അതായത് ഓൾറെഡി ഒരാൾ ചെയ്തു വെച്ചിരിക്കുന്ന പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിയിട്ട് അതിന് നമ്മുടെ ബ്രാൻഡിങ് കൊടുത്തിട്ട് നമുക്ക് ഇത് സെല് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് കുറച്ചും കൂടെ ഈസിയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ചിങ് ചാർജസ് എക്സ്ട്രാ വേറെ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒരു സാധനം നമ്മൾ എടുത്തിട്ട് അതിന് നമ്മളുടെ ബ്രാൻഡ് നെയിമിൽ നമ്മൾ പ്രൊഡക്ഷൻ ആയിട്ട് കൊണ്ടുവരുന്നു. എന്നാൽ സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് സ്വന്തമായിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിന് നമ്മൾ ഡിസൈൻ ചെയ്യണം, അതുപോലെ തന്നെ ലോക്കൽ ആയിട്ടുള്ള ടൈലേഴ്സിനെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് കണ്ടുപിടിക്കണം. ഇതിനകത്തൊരു യുണീക്നെസ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ക്രിയേഷൻസ് അതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. വെറൈറ്റി ഡിസൈൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റിച്ചിങ് അറിയുന്ന ഒരാളാണ്, ഡിസൈനിങ് അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സെക്കൻഡ് ഓപ്ഷൻ ആണ് ബെറ്റർ. അതല്ല, ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിക്ക് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ ഈസ് ബെസ്റ്റ് ഫോർ യു. നമ്പർ 5, ബ്രാൻഡ് ടാഗ് പ്ലസ് പാക്കിംഗ്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇതിനൊക്കെ വരുന്നതെങ്കിലും നല്ലൊരു പ്രീമിയം ആൻഡ് നല്ല ഒരു കസ്റ്റമറിന് ബിൽഡ് ചെയ്തെടുക്കാൻ നമുക്ക് നമ്മുടെ പാക്കേജിലൂടെ സാധിക്കും. നമ്പർ 6, ഫോട്ടോസ് ആൻഡ് വീഡിയോസ്. അത് നമ്മളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് എടുക്കാം. കിട്ടുന്ന ഒരു പ്രൊഡക്റ്റിനെ അതിന്റെ ഫ്രണ്ട് വ്യൂ, ബാക്കിലൂടെ, അതുപോലെ തന്നെ ഒരാൾ വെയർ ചെയ്തതുപോലെ പല രീതിക്ക് നമുക്ക് പ്രസന്റ് ചെയ്തിട്ട് ആളുകളുടെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റും. നിങ്ങൾ എപ്പോഴും നിങ്ങളൊരു കസ്റ്റമറുടെ സ്ഥാനത്ത് വെച്ച് നോക്കുക. നിങ്ങളൊരു കസ്റ്റമർ ആണെങ്കിൽ എന്ത് വിശ്വസിച്ചായിരിക്കും ഓൺലൈൻ പേജിൽ നിന്നും ഒരു പ്രൊഡക്റ്റ് എടുക്കുക. അപ്പോ ആ ഒരു കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിക്ക് വേണം നിങ്ങൾ ആ ഒരു വീഡിയോ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ഫോട്ടോസ് എടുക്കുമ്പോൾ നല്ല രീതിക്ക് സെയിൽസ് വരും. ബ്ലർ ആയിട്ടുള്ള ഫോട്ടോസ് ആണെങ്കിൽ അവരുടെ ട്രസ്റ്റ് കുറയും. അപ്പൊ എപ്പോഴും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് ഒരു ചെറിയ ഫ്ലവർ വൈസോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കാണുമ്പോൾ ആൾക്കാർക്ക് കണ്ണിന് കുളിർമ വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തെടുക്കാം. അതായത് ഒരു എസ്തറ്റിക് അല്ലെങ്കിൽ ഒരു പ്രീമിയം ലുക്കിലേക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവന്നതിന് ശേഷം ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. സ്റ്റെപ്പ് നമ്പർ 7, പ്രൈസിംഗ് ഫോർമുല. എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിന് നമ്മൾ റേറ്റ് ഇടുക? അത് എങ്ങനെയൊക്കെയാണ് നമ്മളുടെ സെയിൽസിനെ ബാധിക്കുക? കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് പ്ലസ് ഹാൻഡ്ലിംഗ് പ്ലസ് പാക്കിംഗ്. ഇത്രയും ഐറ്റം വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പ്രൈസ് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 500 രൂപയുടെ ഒരു ഡ്രസ്സ് ആണെങ്കിൽ അതിനകത്തേക്ക് നമുക്കൊരു 150 പ്രോഫിറ്റ് ആയിട്ടും ഒരു 20 റുപ്പീസ് നമ്മുടെ പാക്കിംഗ് ചാർജ് ആയിട്ടും ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് അതിന് പ്രൈസ് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കൊരു 6
670 റുപ്പീസിനൊക്കെ ആ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നിങ്ങൾ എപ്പോഴും പ്രൊഡക്റ്റിന് റേറ്റ് ഇടുന്ന സമയത്ത് ഒരുപാട് എക്സ്പെൻസീവും എന്നാൽ ഒരുപാട് ചീപ്പും ആവാത്ത രീതിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് ഒരുപാട് എക്സ്പെൻസീവ് ആവുന്ന സമയത്ത് അതിനകത്ത് സെയിൽ ആവാനുള്ള ചാൻസ് കുറഞ്ഞു വരുവാണ്. നല്ല രീതിക്ക് പ്രൈസ് ലോ ആവുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ ലോസിലോട്ടുള്ള ഒരു വകുപ്പാണ്. അപ്പോ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിക്ക് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുക എന്നുള്ള രീതിക്ക് വേണം എപ്പോഴും പ്രൈസ് ചൂസ് ചെയ്യാൻ വേണ്ടി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് എവിടെയാണ് സെയിൽ ചെയ്യാൻ പോകുന്നത്? സോഷ്യൽ മീഡിയ ത്രൂ ആണ്. അപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയയിൽ പേജസ് വേണം. ട്രസ്റ്റ് ഉണ്ടാക്കുന്ന നല്ല വിശ്വസനീയമായ നിങ്ങളുടെ ലോഗോയും നിങ്ങളുടെ നല്ല രീതിക്കുള്ള ഫോട്ടോസ് വീഡിയോസ് ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ല ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജസ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഒരു നമ്പർ, ബിസിനസ് നമ്പർ എടുത്ത് ബിസിനസ് വാട്സപ്പ് ചെയ്യുക. അത് നിങ്ങൾക്ക് പേജിനകത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊക്കെ കസ്റ്റമേഴ്സിന് നിങ്ങളോടുള്ള ട്രസ്റ്റ് കൂട്ടാൻ വേണ്ടി ഉപകാരപ്പെടുത്തും. അടുത്തത് ഡെലിവറി എങ്ങനെ നടത്താം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. DTDC അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് ഇതൊക്കെ നിങ്ങൾക്ക് ഡെലിവറിക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പ്രൈസ് ചാർട്ട് കൊടുക്കുക, അതേപോലെ തന്നെ ഫാസ്റ്റ് ആയിട്ടുള്ള റിപ്ലൈ കൊടുക്കുക. നിങ്ങൾ എപ്പോഴും കസ്റ്റമേഴ്സിനെ അവൈലബിൾ ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് എല്ലാ സമയത്തും അവൈലബിൾ ആവാൻ പറ്റുന്നില്ലെങ്കിൽ ഓട്ടോമേഷൻ മെസ്സേജസ് ഇട്ട് വെക്കുക. ആസ് സൂൺ ആസ് പോസിബിൾ കസ്റ്റമേഴ്സിന്റെ അടുത്ത് ടച്ചിൽ തന്നെ ഇരിക്കുക. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ആ കസ്റ്റമർ വീണ്ടും വരും. അവർ സജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേജിന്റെ ഗ്രോത്ത് കൂടാനും ചാൻസ് കൂടുതലാണ്. കസ്റ്റമേഴ്സ് എപ്പോഴും നമുക്ക് അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അവരുണ്ടെങ്കിലേ നമുക്ക് സെയിൽ നടക്കൂ. സെയിൽ നടന്നാലേ നമുക്ക് നമ്മൾ മുടക്കിയ പൈസ തിരിച്ചു കിട്ടുള്ളൂ, നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. പൈസ കിട്ടണം എന്നുള്ളത് മാത്രമായിരിക്കരുത് ചിന്ത. കൊടുക്കുന്ന പ്രൊഡക്റ്റിന് ക്വാളിറ്റി കൂടെ വേണം. എങ്കിലേ ആ കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും നമ്മളുടെ അടുത്ത് വരുള്ളൂ. ഇതൊക്കെ ചെയ്താൽ തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺലൈൻ ബ്രാൻഡിന്റെ സ്റ്റാർട്ടിങ് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോ അടുത്ത വീഡിയോ നമുക്ക് ഇതിനേക്കാളും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ പറഞ്ഞ ഓരോ പോയിന്റിലും നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേകിച്ച് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് പറഞ്ഞോളൂ. നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ചെയ്യാം. അപ്പൊ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ